അങ്ങനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് ഡോക്ടർ മുഹമ്മദിന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഡോക്ടർ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ? പീഡിയാട്രിഷ്യൻ. ഓക്കെ. ഇത് ഡോക്ടറുടെ തറവാടാണ്. നമ്മള് കൂരിക്കുഴി ഭാഗത്തൊരു തറവാട് ചെയ്തപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർക്ക് ഡോക്ടറുടെ തറവാടും ഒന്ന് കാണിക്കണം എന്ന് ആഗ്രഹം. തറവാട്ടിൽ വന്നപ്പോ ഞാൻ കണ്ടൊരു സംഗതി, താക്കോലുകൾ. ഇത് എന്തിന്റെ താക്കോലുകളാ? എല്ലാം ഇവിടുത്തെ റൂമുകളുടെ താക്കോലാണ്. ഓ, ഇത്രയും റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. ഈ വീടിന് എത്ര നാള് പഴക്കമുണ്ട്? 110 കൊല്ലം പഴക്കമുണ്ട്. 110 കൊല്ലം. ലാസ്റ്റ് ഡോക്ടറുടെ ഓർമ്മ എന്തായി വീട്ടില്? മാരേജ് ഒക്കെ ഇവിടെ വെച്ചായിരുന്നു. 79. ഓ, അതിനുശേഷം ഒരു 15 കൊല്ലം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായില്ല, പാറുമാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പാറുമാരൊക്കെ മരിച്ചു. പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി. ഇവിടെ ഒരു ലോൺലി ഫീലിംഗ് തോന്നി. നിങ്ങൾ എത്ര പേരായിരുന്നു മക്കള്? ഞങ്ങൾ 10 പേര്. 10 പേരുണ്ടായിരുന്നു. 10 പേരും 10 സ്ഥലത്താണ് താമസിക്കുന്നത്. ഡോക്ടർ എത്രാമത്തെ ആളാ? ഞാൻ ലാസ്റ്റ്. ഓ, അപ്പൊ ഡോക്ടർ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 10-15 കൊല്ലായപ്പത്തിന് എല്ലാരും പുതിയ വീടുകളൊക്കെ വെച്ചു. പുതിയ വീടുകളൊക്കെ വെച്ച് മാറി. അപ്പൊ നിങ്ങളെല്ലാരും ഒത്തുകൂടുമ്പോ നല്ല രസമായിരിക്കും. ഗെറ്റ് ടുഗറൊക്കെ ഞങ്ങള് സംഘടിപ്പിക്കാറുണ്ട്. വീട്ടുപേരെന്താ ശരിക്കും? പുതിയ വീട്ടിൽ അല്ലേ? അപ്പൊ പുതിയ വീട്ടിൽക്കാര്, അപ്പൊ മക്കളും മരുമക്കളൊക്കെ ആയിട്ട് കുറെ പേരുണ്ടാവില്ലേ? 150 അല്ലേ? അപ്പൊ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സലാം. ഓക്കെ, നിങ്ങളുടെ തറവാട് നമ്മൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഇതാണ് മെയിൻ ആൾക്കാരൊക്കെ ഇരുന്നത്. ഗസ്റ്റ് വന്നാലും ഇരിക്കുന്നത്. ഫാദർ എന്ത് ചെയ്യായിരുന്നു? ഫാദർ അഗ്രികൾച്ചറിസ്റ്റ്. അഗ്രികൾച്ചർ അല്ലേ? കൂടുതലും തെങ്ങ് ഈ കാണുന്നൊക്കെ. ഇത് എത്ര ഏക്കറാണ് ഈ സ്ഥലം? 6 ഏക്കർ. പക്ഷെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കുറെ ഭൂമി ഉണ്ടായിട്ടുണ്ടാവും. ഫാദറിന്റെ എല്ലാം കൂട്ടിയിട്ട് 70-80 ഏക്കർ ഉണ്ടാവും. അത്രയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ പഴയ തറവാടുകള് ഫീച്ചർ ചെയ്യാനുള്ള ഇഷ്ടം എന്ന് വെച്ചാലേ, നമ്മള് പഴയതിലായിട്ട് വരുമ്പോ അത്രയും ആളുകൾ, അത്രയും തലമുറകള് ജനിച്ച് ജീവിച്ചു പോയ സ്ഥലം അല്ലേ? ഇതാണ് സ്വീകരണ മുറി അല്ലേ? അല്ല, ഇതല്ല സ്വീകരണ മുറി. ഇത് ഫാദർ കിടക്കുന്ന മുറി. സ്വീകരണ മുറി അത് തന്നെയാണ്. അത് തന്നെയാണ്. അപ്പൊ ഇത് ഫാദറിന്റെ മുറി. എന്നിട്ട് പിന്നെ എങ്ങനെയാണ്? പിന്നെ കയ്യാല പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഓ, ഈ വശം മുതൽ ഈ വശം. പിന്നെ ഇങ്ങോട്ട് വന്നാല് നടുമുറ്റം. ഒരു കാലത്ത് മതവ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ വീടുകളും ഈ മാതൃകയിൽ പണിതവയായിരുന്നു. ഭൂമുഖത്ത് അന്നുള്ളവർ പ്രധാനമെന്ന് കരുതിയ കാര്യങ്ങൾ, പരാതികൾ, ആവലാതികൾ, നിവേദനങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ, സ്ത്രീകളുടെ സ്ഥാനം പിന്നാമ്പുറത്ത്, പലവിധ കുടുംബ വ്യവഹാരങ്ങൾ, നാട്ടിലെ ഇത്തരം കുടുംബങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന അനേകം സാധാരണക്കാർ. എത്ര മുറിയുണ്ട് ഈ വീട്ടില്? മുറി മേലെ 2 ഉണ്ട്. ഒരു മുറി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. അത് പിന്നെ ഇത് അടുക്കള. അയ്യോ, ഇതില് വവ്വാലൊക്കെ ഉണ്ടല്ലോ. അടുക്കള. വവ്വാല് പിന്നെ മേത്തൊന്നും വന്ന് ഇടിക്കില്ലല്ലോ, കാരണം സോണാറിന്റെ ടെക്നോളജി ഉള്ളായിരുന്നു. പണ്ട് ഞങ്ങള് മാധവിക്കുട്ടിയുടെ തറവാട് എടുക്കാൻ പോയിരുന്നു. അന്ന് ഇതുപോലെയായിരുന്നു. അതിനുള്ളിൽ വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വവ്വാലുകൾ എന്റെ മേത്ത് വന്ന് ഇടിക്കരുത്. കടിക്കൊന്നുമില്ല. ഇതാണ് പണ്ടത്തെ അടുക്കള. ഇതില് ഇവരൊരു ചെറിയ, ഇത് സ്റ്റോർ റൂം ആയിരിക്കും അല്ലേ? സ്റ്റോർ റൂമാണ്. ബെഡ്റൂമും സ്റ്റോർ റൂമും കൂട്ടം തന്നെ ഉണ്ട് ഇതിന്റെ ഉള്ളില്. പിന്നെ അവര് സൊറ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്താ ഡോക്ടർ? ബെഡ്റൂമാണ്. പുതിയതായിട്ട് ഡോക്ടർ ഉണ്ടാക്കിയാണ്. ഇത് തുറക്കാൻ പറ്റുമോ? പിന്നെ ഇതിപ്പോ അവകാശപ്രകാരം ഡോക്ടറുടെ കയ്യിൽ വന്നു അല്ലേ? ഇളയ മോൻ എന്നുള്ള നിലയിൽ പുള്ളി ഇതിനുള്ളിലെ. ഓ, ഇത് നല്ല സ്പേഷ്യസ് ആണല്ലോ. ഇത് പുതിയത് ഉണ്ടാക്കിയാണോ അല്ലേ? ഉള്ളതിന്റെ കൂടെ എക്സ്ട്രാ എടുത്തതല്ലേ? ഇത് പുതിയ ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൈലുകൾ. അവിടെ ഒരു ചെറിയ ടോയ്ലറ്റ്. ഇത് അപ്പൊ ഡോക്ടറോട് വന്ന് താമസിക്കാനുള്ള പ്ലാൻ ഉണ്ടോ ഇനി എപ്പോഴെങ്കിലും? അല്ല, ഇൻ കേസ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് നമ്മൾ വന്നാൽ തന്നെ റൂം. ഓ, അങ്ങനെ. നിങ്ങളെ ബന്ധുക്കളൊക്കെ ചുറ്റും ഉണ്ടാവും ഇഷ്ടം പോലെ? ഇവിടെ അടുത്തൊന്നുമില്ല ബന്ധുക്കൾ. ഓക്കെ. ഡോക്ടർ മക്കളൊക്കെ എല്ലാം പുറത്താണ് 2 പേരും. അവരും ഡോക്ടേഴ്സ് തന്നെയാണോ? അവരൊക്കെ എഞ്ചിനീയേഴ്സ് അല്ലേ? ഓക്കെ. ഇത് പണ്ടത്തെ ഒരു ഇരിക്കുന്ന സാധനം കട്ടിലാണ്. കട്ടില്. ഓക്കെ. ഡൈനിങ് ടേബിൾ ആയിരുന്നു. ഇത് പഴയ പണ്ടത്തെ ഡൈനിങ് ടേബിൾ അല്ലേ? ഇതന്നെ മുകളിലോട്ട്
പണ്ട് എൻ്റെ ഉമ്മ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഉം. അവിടെ തവര തറവാട്ടിൽ ഇതുപോലത്തെ ഒരു കോണിയുണ്ട്. ഉം. അത് ഇങ്ങനത്തെ ഒരു അത് ഒറ്റപ്പാളിയായിരുന്നു. ഉം. ഒറ്റപ്പാളി നമ്മൾ തുറന്നിട്ടാണ് പോകേണ്ടത്. ഉം. ഞങ്ങളുടെ മെയിൻ പരിപാടി, പിള്ളേരെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലല്ലേ ഈ മാങ്ങയും പുലിട്ടതും മറ്റേ മരപ്പട്ടി ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ ഇല്ല. ഉള്ളിൽ. ഒരു ഒരു ഇതുണ്ട് ലോക്ക്. ആ ലൈറ്റ് അല്ലേ, ഇവിടെ ലൈറ്റ് ഉണ്ട്. വാവ്. പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ. ഈ ഗൾഫ് വെട്ടി എവിടെന്നാ? ഗൾഫ് വെട്ടി ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ കൊണ്ടുവന്നായിരിക്കും. ഗൾഫിലുണ്ടായിരുന്നു അപ്പൊ വീട്ടുകാരൊക്കെ? അല്ല, ഞാൻ ഉണ്ടായിരുന്നു കുറച്ചാള്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഡോക്ടർ പെട്ടി. അല്ല, മക്കളൊക്കെ വരുമ്പോഴേ ആ കൊണ്ടുവരാണ്. പണ്ടത്തെ വലിയ പെട്ടി. സാധനങ്ങള്, കിടക്ക, പഞ്ഞിയുള്ള കിടക്ക. മച്ച് നല്ല സുഖമായിരിക്കും ഇതിനുള്ളിൽ കിടക്കാൻ. ഓ, ഇവിടെ ഒരു കിളിവാതിൽ എന്തിനത്? അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ വെക്കാനായിരിക്കും. ഇത് ഡോക്ടറല്ലേ ഇത്? ആ, ഇതൊന്നും ഇത് തുറക്കാൻ പറ്റൂലേ? പിന്നെ പെയിന്റ് ചെയ്തിട്ടാണ്. ഉള്ളിലൊക്കെ. ആ ഓക്കെ, ഉള്ളിൽ തയ്ക്കില്ല, ഞാൻ കൈയിടുന്നില്ല എന്തായാലും. അപ്പൊ ഇതാണ് സംഗതി. ഉം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ റൂമിൽ നിൽക്കുമ്പോഴും നമ്മൾക്ക് ഭയങ്കരമായിട്ട്, കൂടുതലും അന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് മുകളിലെ റൂമിൽ, ഇതാണ്. അവർക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള റൂമാണ്. ഇതൊരു ബാത്റൂമാണ്. ഇതൊരു അഡ്ജോയിനിങ് റൂം. ഇത് പിന്നെ ഇനി മുകളിലോട്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. 3-ാം തട്ടുണ്ട്. 3 തട്ടുണ്ട്. ഇവിടുന്ന് മാത്രമേ ഉള്ളൂ അതോ? ആ, അതെ. സൂക്ഷിക്കണേ. അയ്യോ, ഇത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ റൂമിന്റെ പർപ്പസ് എന്താ ശരിക്കും അപ്പോ? നമ്മള് വിറകൊക്കെ വെച്ചിരുന്നാണ്. ഓ, ഇവിടെ മറക്കും വിറകും അല്ലേ? ഇത് ബെഡ്റൂം അല്ലേ? ബെഡ്റൂം അല്ല, എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോ ഉപയോഗിക്കാം അല്ലേ? ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് ബെഡ്റൂം ആയിട്ടല്ലേ. കുറെ നമ്മൾ ഇങ്ങനെയുള്ള മച്ചൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള അല്ലേ? അങ്ങനെയുള്ള മച്ചുകളിൽ ഒരു മച്ച് അങ്ങനെ വിചാരിച്ചാൽ മതി. കിളിവാതില്. കുറ്റിയിടും. ഇത് ടോയ്ലറ്റ് ആണ് അല്ലേ? ഇവിടെ ഒരു വാതിലുണ്ടല്ലോ, എന്തിനാണോ? ഇവിടെ കുളിക്കാനും മറ്റേ. ഓക്കെ ഓക്കെ ഓക്കെ. പഴയ റെഫ്രിജറേറ്റർ, ലെനാർഡ് എന്ന് പറയുന്ന ഫ്രീസർ കമ്പാർട്ട്മെന്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ഫ്രിഡ്ജിനെ കുറിച്ച് കേട്ടിട്ടില്ല. ഈ ഇടനാഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ സ്വീകരിച്ചിരുത്തുന്ന ഭാഗങ്ങളായിരുന്നു. ഇവിടെ ഒരു മുറിയുണ്ട്. അപ്പൊ ഈ 10 മക്കളുണ്ടായിന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുകളില് 2 റൂമുണ്ട്. അന്നങ്ങനെ റൂമല്ല, കയ്യാലൊക്കെ എല്ലാരും കിടക്കും അല്ലേ? ഇത് കിഴക്കേ പൂമുഖം, മറ്റേ പടിഞ്ഞാറ് പൂമുഖം. ഡോക്ടറുടെ ഏറ്റവും നല്ല ഇപ്പൊ നമ്മൾക്ക് വീടിന്റെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളാണല്ലോ. ഡോക്ടർക്ക് ഇവിടെയുള്ള കുറച്ച് അങ്ങനെ നല്ല ഓർമ്മകൾ എന്തൊക്കെയാ? എനിക്ക് ആ പുഴയിൽ കുളിക്കുന്ന മാത്രം. ഞാൻ കുളിക്കല് പുഴയില. ആ പുഴയിൽ കുളിക്കലും അവിടെ നീന്തി അക്കരക്ക് കിടക്കും, തിരിച്ചു കിടക്കും, പിന്നെ വഞ്ചി കുത്തി പോകും. അതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹോബി. മീൻ പിടിക്കാൻ പോകും. ചൂണ്ടല്. ഇപ്പൊ എറണാകുളത്ത് എവിടെയാ താമസിക്കുന്നത്? പാലാരിവട്ടത്ത്. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഞാൻ ഇടയ്ക്ക് ഒരു 3 ആഴ്ച കൂടുമ്പോ വരും. എത്ര ദിവസം നിൽക്കും? ഇല്ല, ദിവസം നിൽക്കൂല. രാവിലെ വന്ന് വൈകിട്ട് പോകും അല്ലേ? പുഴന്ന് പറയുമ്പോൾ ഇവിടുന്ന് കുറെ ദൂരം ഇല്ല, കാണുന്നത് അല്ലേ? ഓക്കെ, ഞങ്ങളിപ്പോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ അന്നത്തെ കാലത്തെ ഒരു മെയിൻ സംഗതിയായിരുന്നു വീട്ടിൽ വരുമ്പോൾ വരുന്നവർക്ക് താമസിക്കാനും, ചിലപ്പോ ഡ്രൈവർമാരൊക്കെ താമസിക്കില്ല ഇവിടെ. നമ്മളെ ഗസ്റ്റ് ഉണ്ടെങ്കിലേ ഗസ്റ്റിന് അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട് ഹൗസുകളാണ് ഇതൊക്കെ. കണ്ടില്ലേ ഇങ്ങനെ. നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ പഴയകാല തറവാടുകളുടെ പല രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങൾ പറയാം. പക്ഷെ അതോടൊപ്പം ഇതിൻ്റെ ഒരു കുടുംബവശങ്ങളും കൂടി ഉണ്ടായിരുന്നല്ലോ. ധാരാളം കുട്ടികള്, മക്കള്, മരുമക്കൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം മലയാളികൾക്ക് കിട്ടിയിരുന്ന ഒരു സുരക്ഷിതത്വം അത് ഇന്നത്തെ കാലത്തില്ല. ഇന്ന് അറ്റോമിക് ഫാമിലീസ് ആണ്. ഒരു വീട്ടിൽ 2 ആളുണ്ടാവും, 3 ആള് മാക്സിമം. ഈ മാവിന് 40 കൊല്ലം പഴക്കം അല്ലേ? ഓക്കെ. അപ്പോഴൊക്കെ ഇവിടെ ആള് താമസം ഉണ്ട്. ഏത് വർഷമാണ് ഇവിടെ താമസം ഇല്ലാണ്ടായത്? 2010 മുതൽ. 2010 വരെ ആള് താമസം ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് പുഴ കാണാം. ഇതൊക്കെ ഇവരുടെ സ്ഥലം തന്നെയാണ്. മാവും പ്ലാവും. കുറച്ചങ്ങോട്ട് ദൂരെ പോണം കേട്ടോ. അങ്ങനെ പുഴവക്കത്തെത്തുന്നു നമ്മള്. ഇത് പുഴ എത്തിയാലോ. ഡോക്ടർ ഒരു ഭാഗ്യം നോക്കി, തൊട്ടടുത്ത് തന്നെ പുഴ. നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ഇവിടെ തോടുണ്ട്. ശരിക്കും നമ്മുടെ പഴയകാല മലയാളി ജീവിതങ്ങളുടെ ഒരു സുഖം ഇതായിരുന്നു. എന്ന് വെച്ചാൽ അന്ന്
മോഡേണിറ്റി, ആധുനികത, അങ്ങനെ സിറ്റി ലൈഫ് കാര്യങ്ങൾ അതിൻ്റെ രസങ്ങൾ മിസ്സാവുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭൂമിയോട് ഇടപഴകി, പ്രകൃതിയോട് ഇടപഴകി, വെള്ളത്തിനോട് ഇടപഴകി അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ദെൻ സമൂഹം ഹാസ് ടു ട്രാൻസ്ഫോം, റൈറ്റ്? മാറ്റങ്ങളിലൂടെ പോകണം സമൂഹം, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. പുതിയ വീട്ടിലുകാരെന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്താ അല്ലേ, ഞാനിത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളാണ് വരുന്നത്. കാരണം ഞാനിങ്ങനെ ഒരു തറവാടിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ് ജീവിച്ച് വളർന്നത്. ജനിച്ചതല്ല, ഒരു 2 വയസ്സ് മുതൽ 10-15 വയസ്സ് വരെ ഞാൻ ഇങ്ങനൊരു തറവാടിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു ലൈഫ്. സോ ഇത് കാണുമ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് വരുന്നത്. സാധാരണ എല്ലാവരും ഇങ്ങനെയുള്ള സംഗതികൾ പൊളിച്ചു കളയാന്ന് പറയുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇതിനോടുള്ള സ്നേഹം അത് വളരെ ശ്ലാഘനീയം അല്ലേ, അങ്ങനെയാണ് പറയുക. ഇത് ഡോക്ടറുടെ ഫാദറായിട്ട് പണിതതാണോ വീട്? ഗ്രാൻഡ് ഫാദർ. ഫാദറിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ പേരെന്തായിരുന്നു? ഫാദർ അമ്മുവാജി, ഗ്രാൻഡ് ഫാദർ ബീരാൻ. ഓക്കെ, ബീരാൻ എന്ന് പറഞ്ഞ വീട് നിങ്ങൾ കോരിക്കുഴി ഷൂട്ട് ചെയ്തില്ലേ? ഓക്കെ, അങ്ങനെയാണ് കണക്ഷൻ. ആളുകൾ തമ്മിലെ കണക്ഷൻ വരുന്നത് ഇത് നോക്കിയാൽ. ഓരോ വിന്റേജ് വീടുകളും ചരിത്രങ്ങളും കൂടിയാണ്. ഇത്തരം വീടുകളിൽ ജനിച്ചു വളർന്ന് പല വഴിക്ക് ചിതറിപ്പോയ നൂറുകണക്കിന് ആളുകളുടെ കഥകൾ പറയാനുണ്ടാകും ഓരോ മുറികൾ. പലരുടെയും സ്വപ്നങ്ങളും ആവേശങ്ങളും നിസ്സഹായതകളും കണ്ടു ചുമരുകൾ. പഴയവയെല്ലാം ഇടിച്ചു മാറ്റി കോൺക്രീറ്റ് ഭവനങ്ങളിൽ നാം സ്വയം തളച്ചിടുമ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഇത്തരം വീടുകൾ നിലനിർത്താനുള്ള പരിശ്രമങ്ങളെ അഭിനന്ദിക്കേണ്ടതാണ്. ഡോക്ടർ എത്ര വയസ്സിലെ കല്യാണമൊക്കെ കഴിഞ്ഞത്? 28-ല്. അത്രയും വൈകിട്ടാണ് കഴിച്ചത് അല്ലേ? ഓക്കെ, അന്നത്തെ കാലത്ത് അന്ന് എൻട്രൻസ് പരീക്ഷ ഒന്നുമില്ല അല്ലേ? ഇല്ല, അന്ന് എൻട്രൻസ് ഇല്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് സയൻസ് കഴിഞ്ഞിട്ട് നേരെ ചേർന്നു. ഏത് മെഡിക്കൽ കോളേജിലാ? റാഞ്ചി. ഓക്കെ, റാഞ്ചി എന്ന് പറയുമ്പോ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ. വീണ്ടും മറ്റൊരു വീടുമായി അടുത്ത ദിവസം.